കോൺഗ്രസിനെതിരെ ഭീഷണിയുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്ന മുദ്രാവാക്യത്തിനെതിരെയാണ് ഭീഷണി. ആ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കിവെക്കും. മലപ്പട്ടത്ത് CPIM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണെന്ന് ഓർത്തോളൂ എന്നും KK രാഗേഷ് പറഞ്ഞു. മലപ്പട്ടത്ത് CPIM പ്രതിഷേധ യോഗത്തിലാണ് പരാമർശം. ഈ നാട്ടിൽ വന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ആഫീസിൽ നേരെ എറിയ, ധീരജിനെ കൊന്ന കത്തി ഇനിയും കയ്യിലുണ്ട്, ആ കത്തി വേണമെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുക, എത്ര വലിയ പ്രകോപന. എന്നിട്ടും ഈ നാട് ക്ഷമയോടെ നിന്നെന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന CPM-ന്റെ കരുത്തുള്ള കേന്ദ്രങ്ങളുടെ സവിശേഷത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ഭൂമിയോടെ ക്ഷമിക്കുകയാണ്. വേണ്ടാതിനും ചെയ്യരുത്. ഈ നാടിന് വേണ്ട സമാധാനമാണ്. ആ സമാധാനം കെടുത്താൻ വേണ്ടി മുന്നോട്ടേക്ക് വരരുത്. ഞങ്ങളുടെ നേർക്ക് വന്നാൽ, ഒരു തവണ വന്നാൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് കയറി പ്രസംഗിക്കും. നിങ്ങൾ വേണ്ടാതൊക്കെ കാണിക്കല്ലേ എന്ന് പറയും. രണ്ടാമത് വന്നാലും ചിലപ്പോൾ കുറച്ചുകൂടി ശക്തിയിൽ പ്രസംഗിക്കും. മൂന്നാമത് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പറയാനാവില്ല കേട്ടോ. അത് മനസ്സിലായില്ലേ? അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷ ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ന് വൈകിട്ട് CPIM-ന്റെ പ്രതിഷേധ യോഗം. അതിൽ ഈ നേരത്തെ ഉയർന്ന പ്രകോപന മുദ്രാവാക്യത്തിന് ഭീഷണിയുടെ സ്വരത്തിലാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. KK രാഗേഷിന്റെ പ്രസംഗം, അതിന്റെ ഉള്ളടക്കം. അരുൺ പൂപ്പറമ്പ. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ മലപ്പട്ടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പൊതുയോഗത്തിനിടെയാണ് ഈ ഭീഷണി പ്രസംഗം KK രാഗേഷിന്റെ ഭാഗത്തുണ്ടായത്. ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്ത് പദയാത്ര സംഘടിപ്പിച്ചത്. പദയാത്ര വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്നായിരുന്നു ആ മുദ്രാവാക്യം. അതിനെതിരെ CPM നേരത്തെ തന്നെ വലിയ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ KK രാഗേഷ്, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഈ പൊതുയോഗത്തിനിടെ പ്രസംഗിച്ചത്. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കും എന്നതായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാന പരാമർശം. മലപ്പട്ടത്ത് CPM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണെന്ന് ഓർത്തോളണം എന്നതാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പ്രസംഗത്തിലുടനീളം കോൺഗ്രസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു, പരാമർശങ്ങൾ തന്നെയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മലപ്പട്ടത്ത് പൂർണ്ണമായും സംഘർഷം ഒഴിവായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇന്നലെ പദയാത്രക്കിടെ, യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കിടെ സംഘർഷമുണ്ടായി. ഇന്നിപ്പോൾ CPM-ന്റെ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നിലവിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നും ഈ പരിപാടിക്കിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർണ്ണമായും സംഘർഷങ്ങൾ മാറി നിന്നു എന്ന് നമുക്ക് ഘട്ടത്തിൽ പറയാൻ കഴിയില്ല.